47-കാരനായ മാരായമുട്ടം സ്വദേശി ജോയി 72-കാരിയായ അമ്മ മെൽഹിയോട് യാത്ര പറഞ്ഞ് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആക്രി പറക്കിയോ ചെളി കോരിയോ കിട്ടുന്ന കാശുകൊണ്ട് അന്നം വാങ്ങാൻ വൈകുന്നേരം തിരിച്ചെത്താം എന്ന് പറഞ്ഞു പോകുന്ന ജോയി പക്ഷേ ഇനി എന്നാണ് വരിക, എപ്പോഴാണ് വരിക എന്നാണ് ആ അമ്മ കാത്തിരിക്കുന്നത്. തമ്പാനൂർ ആമയിഴഞ്ചാൻ തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും കോരാൻ റെയിൽവേ നിയോഗിച്ച 3 തൊഴിലാളികളിൽ ഒരാളായ ജോയി തോട്ടിലെ ഒഴുക്കിലും ചെളിയിലും പെട്ടുപോയിരിക്കുന്നു. നഗരഹൃദയത്തിലെ ആമയിഴഞ്ചാൻ തോട് മാലിന്യ കൂമ്പാരമാകുന്നത് വഴി തമ്പാനൂരിൽ മഴക്കാലത്ത് അനുഭവപ്പെടുന്ന ദുരിതം എന്നും ചർച്ചയാകുന്നതാണ്. എന്നിട്ടും തോട്ടിലെ ചെളി നീക്കാൻ റെയിൽവേ കാട്ടിയ അമാന്തം ഒരു കുടുംബത്തെ അനാഥമാക്കുന്നു. ഒരമ്മയ്ക്ക് തീരാ ദുഃഖമാകുന്നു, നാടിൻ്റെ വേദനയാകുന്നു. എന്നിട്ടും ഒന്നനങ്ങിയോ റെയിൽവേ അധികൃതർ? ആര് പറയണം മറുപടി? റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് അപകടമുണ്ടായത്. ആമയിഴഞ്ചാൻ തോടിൻ്റെ മറ്റ് ഭാഗങ്ങൾ കോർപ്പറേഷൻ വൃത്തിയാക്കിയതാണ്. റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുവാദമില്ല. വെള്ളക്കെട്ടുണ്ടാകുന്നത് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം വൃത്തിയാക്കാത്തതിനാൽ ആണ്. അത് ചൂണ്ടിക്കാട്ടി തോട് വൃത്തിയാക്കണമെന്ന് കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടും ആരാണ് തടസ്സം നിന്നത്? ഒരു ജീവൻ എടുക്കുമോ ഈ കാലതാമസം? ആമയിഴഞ്ചാനിൽ റെയിൽവേക്ക് പാളം തെറ്റിയോ?